നല്ല ചിന്തകളോടെയുള്ള പ്രാർത്ഥന, പ്രതികാര ബുദ്ധിയും വിദ്വേഷവുമില്ലാത്ത പ്രാർത്ഥന മനസ്സിൻ്റെ പിരിമുറുക്കം മാറ്റുക മാത്രമല്ല, അകത്തും പുറത്തും നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും. പകർച്ചവ്യാധി ഉണ്ടാക്കുന്ന വൈറസുകളെ പോലെ ചിന്തകളും ഒരുതരം വൈറസാണ്. പനി ബാധിച്ച ഒരാളുടെ സമീപത്തെത്തുന്നവരിലും പനി പടരും. സുഗന്ധദ്രവ്യങ്ങൾ നിറയ്ക്കുന്നിടത്ത് ചെന്നാൽ നമ്മുടെ ദേഹത്തും ആ സുഗന്ധം ലഭിക്കും. അതുപോലെ കീർത്തനങ്ങൾ ചൊല്ലുന്നിടത്തും ചില സൂക്ഷ്മ തരംഗങ്ങളുണ്ട്. അത് നമ്മുടെ ഓറയിൽ വ്യാപിക്കും. ഹൃദയം കൂടി തുറക്കണം, എങ്കിലേ അത് ആസ്വദിക്കാൻ കഴിയൂ. ഉണർവ് ലഭിക്കൂ. മനസ്സ് അനുകൂലമല്ലെങ്കിൽ അത് അനുഭവിക്കാൻ പറ്റില്ല. ആ അന്തരീക്ഷത്തിലും അവരുടെ താല്പര്യം വിഷയങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കും. താമരപ്പൂവിൻ്റെ കീഴിൽ വസിക്കുന്ന തവളയ്ക്ക് പൂവിൻ്റെ മഹത്വം അറിയാനോ സുഗന്ധം ആസ്വദിക്കാനോ കഴിയുന്നില്ല. ഇനി ഗുരുവചനം കേൾക്കാം. കർമ്മം ചെയ്താൽ മതിയെന്ന് എല്ലാവരും പറയും. പക്ഷേ കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജ്ഞാനം വേണം. ജ്ഞാനം കൂടാതെയുള്ള കർമ്മം ശരിയായ കർമ്മമാകുകയില്ല. തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. നോശക്യം സ്മാർത്തകർമ്മ പ്രതിപദഗഹന പ്രത്യവായാകുലാഖ്യം ശ്രൗതേ വാർത്താ കഥം മേ ദ്വിജകുലവിഹിതേ ബ്രഹ്മമാർഗാനുസാരേ നാസ്ത ധർമ്മേ വിചാര ശ്രവണമനനയോ കിം നിദിധ്യാസിതവ്യം ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ നോശക്യം സ്മാർത്തകർമ്മ പ്രതിപദഗഹന പ്രത്യവായാകുലാഖ്യം ശ്രൗതേ വാർത്താ കഥം മേ ദ്വിജകുലവിഹിതേ ബ്രഹ്മമാർഗാനുസാരേ നാസ്ത ധർമ്മേ വിചാര ശ്രവണമനനയോ കിം നിദിധ്യാസിതവ്യം ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ.